ഹലോ എന്നെ കൊച്ചേ, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാരാ? മനസ്സിലായില്ല. ഓ, അപ്പോഴത്തേക്ക് നമ്മളൊക്കെ മറന്നോ? ലൈൻ കിട്ടിയ ഉടനെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ മനസ്സിലായില്ലേ എന്നെ? ഈശോ ആയിരുന്നോ? ഈശോ, കൂടുതലൊന്നും പറയണ്ട. ലൈനൊക്കെ റിപ്പയർ ആക്കാൻ ഇത്ര നേരോ? ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ടല്ലേ? ആ, അതെന്തെങ്കിലും ആവട്ടെ. അവിടെ ചെന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ എല്ലാവർക്കും സുഖം. പിന്നെ ഇന്നലെ അന്നമാമയെ കണ്ടു. നിന്നെ കുറിച്ച് കൊറേ ചോദിച്ചു. അന്നമാമയാ? അതാരാ അത്? ഏയ്, അത് മനസ്സിലായില്ലേ? എന്റെ അമ്മയുടെ അമ്മ. ആ, ഓക്കേ ഓക്കേ, എനിക്ക് മനസ്സിലായി. അന്നമാമയല്ലേ? ആ, അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണെന്ന്. എനിക്ക് കുറുമ്പൊന്നും ഇല്ലട്ടോ, ഞാൻ നല്ല കുട്ടിയാ. പിന്നെ ഞാൻ ഈ 50 ദിവസം പള്ളിയിലൊക്കെ വന്നായിരുന്നു. ഓ, അതെനിക്കറിയാം. ഞാനത് പറഞ്ഞപ്പോൾ അന്നമാമ പറയായിരുന്നു എന്റെ മോളെ പറ്റി കള്ളം പറയാൻ പാടില്ല എന്നൊക്കെ. അവള് മിടുക്കിയാണെന്നൊക്കെയാ പറഞ്ഞേ. ആ, കണ്ട, അന്നമാമയ്ക്ക് വരെ മനസ്സിലായി. അല്ല അന്നമാമ, എന്തിനാ എനിക്ക് വേണ്ടിട്ട് ഈശോയോട് ചോദിച്ചതൊക്കെ? അന്നെ കൊച്ച, നിന്റെ ബാപ്റ്റിസം പേര് അന്നാന്നല്ലേ? ആ അന്ന തന്നെയാണ് ഈ അന്നമാമ. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ചെയ്യില്ലേന്ന് തോന്നിപ്പിക്കുന്ന ഇവരൊക്കെയാണ്. നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇവർ എപ്പോഴും പ്രാർത്ഥിക്കും. ഓ, ഇതിനു വേണ്ടിയാണല്ലേ വിശുദ്ധന്മാരുടെ പേരിടുന്നത്? ആ അതെ, അവരെ പോലെ നല്ല കുട്ടിയായിട്ട് വളരാൻ കൂടിയാണ് നിങ്ങൾക്ക് ഈ പേരിടുന്നത്. അയ്യോ, ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തേ. എനിക്ക് വേഗം ഒരിടം വരെ പോണം. ഞാൻ പിന്നെ വിളിക്കാം ഈശോയെ. ഇനി എന്നാ വിളിക്കാ? എന്നെ ഫ്രീ കിട്ടുമ്പോഴൊക്കെ വിളിച്ചോളൂട്ടോ. അല്ല, നീ എങ്ങോട്ടാ പോണേ? നാളെ എന്റെ ഒരു ആന്റിയുടെ കുട്ടിയുടെ മാമോദീസയാണ്. മാമോദീസ പേരിന്റെ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആരും ഉപയോഗിക്കാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കാര്യം പറയട്ടെ കേട്ടോ. ഓ കേട്ടോ, വിളിച്ചോളോ, മറക്കല്ലേ. ബൈ.